ഹലോ ഫ്രണ്ട്സ്, ഏണസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ നടന്ന PSC യോഗ തീരുമാനത്തിൽ 77 തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാനായിട്ട് PSC തീരുമാനിച്ചിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ ഡിസംബർ 30 മുതൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ലഭ്യമാവുന്നതാണ്. നമുക്കതിൽ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ്, ടെക്നിക്കൽ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ് നോക്കാം. ആദ്യത്തേത് തദ്ദേശ വകുപ്പിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ഓർ പ്ലാനിംഗ് സർവേയർ ഗ്രേഡ് 2 ആണ് ആദ്യത്തേത്. അടുത്ത നോക്കാം, വ്യവസായ പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ. ഇൻഡസ്ട്രി ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ആണ് അടുത്ത പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ. 34 ട്രേഡുകളിലേക്കാണ് PSC നോട്ടിഫിക്കേഷൻ ക്ഷണിക്കാൻ പോകുന്നത്. അടുത്ത പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ നോക്കാം, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അടുത്ത പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ. അത് കഴിഞ്ഞ് നോക്കാം, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രേഡ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ആണ് അടുത്ത പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ. പിന്നെ അടുത്ത വരുന്നത് ജല അതോറിറ്റിയിൽ സർവേയർ ഗ്രേഡ് 2 ആണ് അടുത്ത നോട്ടിഫിക്കേഷൻ. പിന്നെ സഹകരണ വകുപ്പിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ് ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ. അപ്പം ഈ പറയുന്ന ഇപ്പം 77 തസ്തികയിലേക്ക് വിജ്ഞാനം 30-ാം തീയതി വരുന്നുണ്ടെങ്കിലും ഇപ്പം പ്രധാനപ്പെട്ട ടെക്നിക്കൽ എക്സാംസിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഏണസ് അക്കാദമിയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കോഴ്സുകളും ഇപ്പോൾ ഇയർ എൻഡ് ഓഫറിൽ 50% വരെ ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ട്രേഡ്സ്മാൻ്റെ എല്ലാ ട്രേഡുകൾക്കുള്ള കോഴ്സും, അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റ് ചെയ്ത് HSSC കമ്പ്യൂട്ടർ സയൻസ്, പോളി ലെക്ചറിംഗ് IT, അതുപോലെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്ന സാനിറ്ററി കെമിസ്റ്റ്, ലാബ് അസിസ്റ്റൻറ്റ്, അഗ്രികൾച്ചർ അസിസ്റ്റൻറ്റ്, പിന്നെ RRBയുടെ പ്രധാനപ്പെട്ട പോസ്റ്റുകളായ RRB, JE, അതുപോലെ ALP മുതലായ എല്ലാ പോസ്റ്റുകളിലേക്കും വേണ്ടിയിട്ടുള്ള ഇൻറ്റൻസീവ് കോച്ചിങ് ഏണസ് അക്കാദമിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ കോഴ്സുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും അതുപോലെ ഈ കോഴ്സുകൾ ഓഫറിൽ ലഭിക്കുവാനായി താഴെ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് നോക്കാം. ആദ്യത്തേതാണ് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ടൗൺ പ്ലാനിംഗ് സർവേയർ ഗ്രേഡ് 2 തദ്ദേശ വകുപ്പിലേക്കാണ് ഈ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് 2019 അന്ന് അതിൻ്റെ ക്വാളിഫിക്കേഷനായി കൊടുത്തിരുന്നത് ITA ഓർ ഡിപ്ലോമ സിവിൽ ആയിരുന്നു ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. അപ്പോൾ നമുക്കിനി പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ, അന്ന് കൊടുത്തിരുന്ന സ്കെയിൽ ഓഫ് പേ 22,200 മുതൽ 48,800 വരെയാണ്. ഇതിപ്പോൾ റിവൈസ് ആയിട്ടുണ്ട്. അതുപോലെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 20 മുതൽ 44 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഈ ക്വാളിഫിക്കേഷനുള്ള എല്ലാവർക്കും ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ ലാസ്റ്റ് ഈ എക്സാമിന് അഡ്വൈസ് പോയിരുന്നത് 77 അഡ്വൈസ് ആണ് ടോട്ടൽ ഇതിന് പോയിരുന്നത്. അതുപോലെ ഈ റാങ്ക് ലിസ്റ്റ്, ഇതിൻ്റെ പഴയ റാങ്ക് ലിസ്റ്റ് 31/12/2021 നിലവിൽ വന്നിരുന്നത്. അപ്പോൾ 2024 ഡിസംബറോട് കൂടി തന്നെ ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ നോക്കാം. ജൂനിയർ ഇൻസ്ട്രക്ടർ, ഇൻഡസ്ട്രി ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജൂനിയർ ഇൻസ്ട്രക്ടറാണ് അടുത്ത വരാൻ പോകുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ. 34 ട്രേഡുകളിലേക്കാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ വിളിക്കുന്നത്. അപ്പോൾ ഇത് ഏതൊക്കെ ട്രേഡുകളിലേക്കാണ് വിളിക്കുന്നത്, അതുപോലെ ജൂനിയർ ഇൻസ്ട്രക്ടറിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ അടങ്ങുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനൽ എത്രയും വേഗം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ലാസ്റ്റ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ITA അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ആയിരുന്നു. അപ്പോൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്, ഇപ്പം ഹയർ ക്വാളിഫിക്കേഷനുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ BTech ക്വാളിഫിക്കേഷൻ ഉള്ളവരെ ഇത് പരിഗണിക്കുമോ എന്നുള്ള ഡൗട്ട്സ് പലർക്കും ഉണ്ട്. നമുക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് ഇതിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്ത് തരുന്നതാണ്. അതുപോലെ ലാസ്റ്റ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ ആയിട്ട് കൊടുത്തിരുന്നത് 26,500 മുതൽ 56,700 വരെയാണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ ആയിട്ട് കൊടുത്തിരുന്നത്. അതുപോലെ ഏജ് ലിമിറ്റ് 19 മുതൽ 44 വയസ്സ് വരെ പ്രായപരിധിയുള്ള എല്ലാവർക്കും ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി വരാൻ പോകുന്ന അടുത്ത നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അടുത്ത വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ. അപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് 2017 അതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 60% മാർക്കോടെ BTech ആണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. അതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് AICTE's പേ ബാൻഡ് ആണ്, അതായത് ഓൾ ഇന്ത്യ ടെക്നിക്കൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ പ്രകാരമുള്ള സ്കെയിൽ ഓഫ് പേ ആണ് നിങ്ങൾക്ക് ലഭിക്കുക. അതുപോലെ ഏജ് ലിമിറ്റ് വരുന്നത് 20 മുതൽ 44 വയസ്സ് വരെ പ്രായപരിധിയുള്ള BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഹോൾഡ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ ടോട്ടൽ അഡ്വൈസ് 17 അഡ്വൈസ് ആണ് ഇതുവരെ നടന്നത്. അതുപോലെ ഇതിൻ്റെ പഴയ റാങ്ക് ലിസ്റ്റ് 2019 നിലവിൽ വന്നത്. അപ്പോൾ ഇനിയും 2022 കൂടി ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയതാണ്. ഇനി നമുക്ക് വരാൻ പോകുന്ന അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. കേരള വാട്ടർ അതോറിറ്റിയിൽ സർവേയർ ഗ്രേഡ് 2 ആണ് ഇനി വരാൻ പോകുന്ന അടുത്ത നോട്ടിഫിക്കേഷൻ. അപ്പം ഇതിൻ്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് 2016 അപ്പോൾ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ സർവേയർ ആണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. അതുപോലെ 19 മുതൽ 36 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്കെല്ലാം തന്നെ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ ലാസ്റ്റ് ഇതിൻ്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കാം. 153 അഡ്വൈസ് ടോട്ടൽ പോയിട്ടുണ്ട്. വളരെ ഹ്യൂജ് നമ്പർ ഓഫ് അഡ്വൈസ് തന്നെയാണ് ഈ സർവേയർ ഗ്രേഡ് 2 പോയിരിക്കുന്നത് കേരള വാട്ടർ അതോറിറ്റിക്കുള്ള. അതുപോലെ ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്
3/10/2019 അപ്പോൾ 2022 തന്നെ ഈ റാങ്ക് ലിസ്റ്റ് 10ാം മാസം 2022 ഈ റാങ്ക് ലിസ്റ്റും എക്സ്പയർ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ ഡിസംബർ 30 തന്നെ നിങ്ങളുടെ PSC പ്രൊഫൈലിൽ ലഭ്യമാവുന്നതാണ്. അതുകൂടാതെ കഴിഞ്ഞ വീക്കിൽ PSC കമ്മീഷൻ യോഗ തീരുമാനപ്രകാരം എടുത്ത സയന്റിഫിക് ഓഫീസർ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ ഡോക്യുമെന്റ്സ് തുടങ്ങിയ പോസ്റ്റുകൾക്കുള്ള നോട്ടിഫിക്കേഷൻസും ഡിസംബർ 30 തന്നെ നിങ്ങളുടെ PSC പ്രൊഫൈലിൽ ലഭ്യമാവുന്നതായിരിക്കും. അപ്പോൾ ടെക്നിക്കൽ PSC എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കിട്ടാവുന്ന മികച്ച അവസരങ്ങൾ തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എത്രയും വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമുക്കറിയാം PSCയുടെ പുതിയ ട്രെൻഡ് അനുസരിച്ച് നോട്ടിഫിക്കേഷൻ വന്ന് ഒരു 5 മുതൽ 6 മാസങ്ങളുള്ളിൽ തന്നെ എക്സാംസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എത്രയും വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഈ പോസ്റ്റുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും അതുപോലെ ANS അക്കാദമിയിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളെല്ലാം തന്നെ ഇയർ എൻഡ് ഓഫറിൽ ലഭ്യമാവുന്നതിന് വേണ്ടി താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. ഏവർക്കും വിജയാശംസകൾ.